നമസ്കാരം, എല്ലാവർക്കും വെയ്റ്റ് ഓഫ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗാന്ധിജിയെയും സ്വാതന്ത്ര്യ സമരത്തെയും കുറിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പൂനെ സന്ധിയിലാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ തുടങ്ങാം. സമ്പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന ആവശ്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിക്കുന്നതിനായി കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ എന്തിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്? സമ്പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന ആവശ്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിക്കാൻ വേണ്ടിയാണ്. 1942 കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ജവഹർലാൽ നെഹ്റുവാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതാണ് ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ക്വിറ്റ് ഇന്ത്യ സമരവേളയിലായിരുന്നു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയെയും കസ്തൂർബ ഗാന്ധിയെയും പൂനെയിലെ ആഗഖാൻ കൊട്ടാരത്തിലെ ജയിലിലാക്കി. അങ്ങനെ ഇവിടെ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. പിന്നീട് ഈ എല്ലാവരും ജയിലിലായതിനു ശേഷം ഒളിഞ്ഞിരുന്നു കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനുമാണ്. അതുകൊണ്ട് തന്നെ ഈ അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യയിലെ സമര നായിക എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ഇത് നടന്നത്. ഈ വർഷം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്തതൊരു ഇമ്പോർട്ടൻ്റായ ഭാഗമാണ് വ്യക്തി സത്യാഗ്രഹം. ആഗസ്റ്റ് വാഗ്ദാനത്തെ കോൺഗ്രസ് അംഗീകരിച്ചില്ല. അപ്പോൾ ഈ ആഗസ്റ്റ് വാഗ്ദാനം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആഗസ്റ്റ് വാഗ്ദാനം നൽകി. എന്നാൽ ഇത് കോൺഗ്രസ് അംഗീകരിച്ചില്ല. ഇങ്ങനെ 1940 ഗാന്ധിജി വ്യക്തി അധിഷ്ഠിത സത്യാഗ്രഹത്തിന് രൂപം നൽകി. ഗവൺമെൻറ്റിൻ്റെ യുദ്ധകാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ഇതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അങ്ങനെ ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യനായ വിനോബ ഭാവെയായിരുന്നു സത്യാഗ്രഹം നടത്താൻ ആദ്യമായി നിയമിച്ചത്. അപ്പോൾ ആദ്യമായി വ്യക്തി സത്യാഗ്രഹം നടത്തിയ വ്യക്തിയാണ് വിനോബ ഭാവെ. ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ഇനി ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങൾ നോക്കാം. 1920, 1925, 1927, 1934, 1937 ഇങ്ങനെ 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. അതെന്തിനൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് 1920 ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം. അത് 1925 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായാണ് 1927 മൂന്നാം തവണ ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ചത്. ഹരിജന ഫണ്ട് സമാഹരണം മുഖ്യ ലക്ഷ്യമാക്കിയാണ് ഗാന്ധിജി നാലാമതായി 1934 കേരളത്തിലെത്തിയത്. ഈ 1934 ജനുവരി 13 തലശ്ശേരി, മാഹി, വടകര, പാക്കനാർപുരം വഴി കോഴിക്കോട് എത്തി. വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് സംഭാവനയായി നൽകി. ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ കേരള സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അത് 1937 ഇത്രയാണ് ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങളും അവരുടെ പ്രത്യേകതകളും. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തിനെയാണ്? അത് 1936 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഇത് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പറഞ്ഞതാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? 4 ഓപ്ഷൻസ് പറയാം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം,
അഹമ്മദാബാദ് തുണിമിൽ സമരം, സിവിൽ നിയമലംഘന സമരം, നിസ്സഹരണ സമരം. ഇതിൽ നിസ്സഹരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. സി കൃഷ്ണൻ നായർ, കുമാരനാശാൻ, രാഘവ പൊതുവാൾ, മന്നത്ത് പത്മനാഭൻ. ഇതിൽ സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് ഈ ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? അത് ഹണ്ടർ കമ്മീഷനാണ്. അടുത്തത്, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1929 ലാഹോർ സമ്മേളനമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? അത് വിനോബ ഭാവെയാണ്. അടുത്തത്, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? അത് 1930 ഏപ്രിൽ 6-നാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയെ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? അത് റൗലറ്റ് നിയമത്തിനെതിരെയായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉദ്ധം സിംഗ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. അഹമ്മദാബാദ് സത്യാഗ്രഹം, ഖേഡ സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ഇതിൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് താഴെ പറയുന്നവരിൽ ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലാലാ ഹർദയാൽ, ഗാന്ധിജി, ഭഗത് സിംഗ്, സുഖ്ദേവ്. ഇതിൽ ഗാന്ധിജിയാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 8, 1942-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. അടുത്ത ചോദ്യം, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹരണ സമരം, ഉപ്പ് സത്യാഗ്രഹം. ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത്. ഇത്രയാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തതെല്ലാം ഈ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എല്ലാവരും 3 വീഡിയോസും കാണുക ക്ലാസ്സിൻ്റെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.